നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഞാനിന്ന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന വൃക്കരോഗത്തെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വൃക്കകളുടെ പ്രവർത്തനത്തെപ്പറ്റി പറഞ്ഞാൽ വളരെ ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്ന് വേസ്റ്റ്, അധികമായ വെള്ളം മുതലായവ ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു ഫിൽട്രേഷൻ മെംബ്രെയിൻ അഥവാ അരിപ്പ ഇതായിട്ടാണ് കിഡ്നികൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ, സോഡിയം, പൊട്ടാഷ്യം മുതലായ അയോണുകൾ എന്നിവ മൂത്രത്തിലൂടെ നഷ്ടപ്പെടാതെ നോക്കുന്നതിലും കിഡ്നികൾക്ക് പങ്കുണ്ട്. പലപ്പോഴും മൂത്രത്തിലൂടെയുള്ള പ്രോട്ടീൻ ലോസ് 150 മില്ലിഗ്രാമിൽ താഴെ നിൽക്കേണ്ട പ്രോട്ടീനുകൾ 3000 മില്ലിഗ്രാം, അതായത് 3.5 ഗ്രാമിൽ അധികമായി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതിനെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പ്രൈമറി, സെക്കൻഡറി എന്ന് നമുക്ക് തിരിക്കാവുന്നതാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ വൃക്കകളുടെ തകരാറ് മൂലം ഈ അരിക്കുന്നതിലൂടെ പ്രോട്ടീനുകൾ അധികമായി പോകുന്നതിന്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായി ഇൻഫെക്ഷനുകൾ, മലേറിയ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അണുബാധ, മരുന്നുകളുടെ ഉപയോഗം, അനാൽജസിക്സ്, പെയിൻ കില്ലേഴ്സ്, നാട്ടുമരുന്നുകൾ, ചില ക്യാൻസർ കീമോ മെഡിക്കേഷൻസ് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം പോലും, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, അതായത് വാദത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വാദത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായും ഈ കിഡ്നിയിൽ നെഫ്രോട്ടിക് സിൻഡ്രോം വരാറുണ്ട്. പലപ്പോഴും പല ക്യാൻസറുകളും നെഫ്രോട്ടിക് സിൻഡ്രോം എന്തുകൊണ്ട് വന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിച്ച അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഈ അസുഖത്തിൻ്റെ കുറിച്ച് അറിയുന്നതിൻ്റെയും അതിൻ്റെ ചികിത്സ എന്തുകൊണ്ട് അത്യാവശ്യം എന്നാൽ, ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോട്ടീനുകൾ ലീക്കായി കിഡ്നികൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ക്രോണിക് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറയും. രണ്ടാമതായി, ഈ പ്രോട്ടീനുകൾ ശരീരത്തിൽ നിന്ന് പോകുന്നതിൻ്റെ പാർശ്വഫലമായി ശരീരത്തിൽ പല കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീനുകളായതുകൊണ്ടും ഇതിൻ്റെ വ്യതിയാനം വരുന്നതുകൊണ്ടും തലച്ചോറിൽ, ഹൃദയത്തിൽ, കുടലിൽ, കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകൾ, കാലിലേക്കുള്ള രക്തക്കൊഴലുകളെല്ലാം ക്ലോട്ടിംഗ് വന്ന് പ്രവർത്തനരഹിതമായി പോകുന്ന അവസ്ഥ വരാറുണ്ട്. രണ്ടാമതായി ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തസമ്മർദ്ദം, ഹാർട്ടിന് കംപ്ലൈൻറ്റ്. ഇതിനു പുറമെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി പ്രോട്ടീനുകളിലൂടെ ആയതിനാൽ പേഷ്യൻസിന് സിവിയറായ കടുത്ത അണുബാധകളും വരാറുണ്ട്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്രത്തിലൂടെ പ്രോട്ടീനുകൾ പോകുമ്പോൾ പലപ്പോഴും രോഗികൾ നമ്മളോട് തന്നെ പറയാറുണ്ട്, മൂത്രം പതഞ്ഞു പോകുന്നതായി കാണാം. രണ്ടാമതായി, പ്രോട്ടീനുകൾ നഷ്ടപ്പെടുമ്പോൾ ശരീരം നീര് വയ്ക്കും. കാലുകൾക്ക്, കണ്ണിന് ചുറ്റും, അല്ലെങ്കിൽ സ്റ്റേജുകൾ കൂടുമ്പോൾ ശരീരം മുഴുവനായി നീര് വെച്ച് വരുന്ന അവസ്ഥയും വരാറുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നതിൽ മൂത്രത്തിൽ പ്രോട്ടീനുകളുടെ അളവ്, അതായത് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ, അല്ലെങ്കിൽ 24 മണിക്കൂർ നേരം മൂത്രം കളക്ട് ചെയ്ത് വെച്ച് അതിൽ പ്രോട്ടീനുകളുടെ അളവ് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇതിന് പുറമേ തന്നെ രക്തത്തിൻ്റെ ടെസ്റ്റുകൾ, എന്തുകൊണ്ട് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം വരുന്നു എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. പലപ്പോഴും ഇതിൻ്റെ കാരണം അറിയാനും അതിൻ്റെ തീവ്രത അറിയാനും കിഡ്നി ബയോപ്സി വരെ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട്. ബയോപ്സി ചെയ്യുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള കിഡ്നിയിലെ ചെറിയ സാമ്പിൾ നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ നെഫ്രോളജിസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ അസുഖത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ചികിത്സയായി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്. അതായത് നീര് വരാതിരിക്കാനുള്ള മരുന്നുകൾ, അതിന് കൂടെ തന്നെ പ്രോട്ടീൻ പോകുന്നതിനെതിരെയുള്ള ആൻറ്റി പ്രോട്ടീനൂറിക് മെഡിസിനുകൾ, മൂന്നാമതായി ഇതിൻ്റെ കാരണം എന്താണോ പ്രൈമറി കാരണത്തിനെ ചികിത്സിക്കാനായിട്ടുള്ള മെഡിസിനുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ അസുഖത്തിനെ കുറിച്ച് ഇത്രയും പറയുന്നതിൻ്റെ കാരണം എന്തെന്നാൽ, പലപ്പോഴും നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഈ ചികിത്സയും കൊണ്ട് എത്തുമ്പോഴേക്കും പല സ്ഥലത്തു നിന്നും ഈ മരുന്നുകൾ പല കോമ്പിനേഷനുകളിൽ തെറ്റായും എല്ലാം ഉപയോഗിച്ച് പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, ഒന്നെങ്കിൽ കിഡ്നി തകരാറിലായോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനിലൂടെയാണ് നമ്മളുടെ അടുത്ത് പേഷ്യൻസ് എത്താറുള്ളത്. പക്ഷേ കൃത്യമായി ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് വന്ന് ഇതിന് ചികിത്സ എടുത്താൽ ഇതിൽ ഓരോ മരുന്നിൻ്റെ ഡോസിനും എത്ര കാലയളവിൽ കൊടുക്കുക എന്നുള്ളതിന് കൃത്യമായ ഗൈഡ് ലൈനുകളുണ്ട്. ഈ ഗൈഡ് ലൈനുകളിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി പൂർണ്ണമായും നോർമൽ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ രോഗികളെ കൊണ്ടുവരാം. കുറച്ചെങ്കിലും ഇതിനെപ്പറ്റി വിവരം തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി. One stop for all news. Watch Tag News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.